ഇതൊക്കെ ചെയ്ത് റീച്ച് കിട്ടുമെന്നുള്ളൊരു ഐഡിയ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ടൊന്നും വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ചെയ്ത് വലിയ തെറ്റാണ്, വലിയൊരു ക്രൈം തന്നെയാണ്. ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എൻ്റെ ഭാഗത്ത് നിന്ന്. എൻ്റെ മോനെ, ഫ്രണ്ട്സിലെ ജയറാമിൻ്റെ അവസ്ഥയല്ലോ. ഓക്കെ ഫൈൻ. അപ്പോൾ അറിയാലോ, നടക്കുന്നതെല്ലാം അറിയാലോ. അതിനെപ്പറ്റി ഞാൻ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. സോ സത്യാവസ്ഥ വെളിപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 100% സ്ക്രിപ്റ്റഡ് ആയിട്ട് പ്യൂർലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ. അതൊക്കെയാണ് ഇവർ സീരിയസ് ആക്കി എടുത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് അതിലും ഞാൻ ഡിസ്ക്ലെയിമർ വെക്കാൻ മറന്നുപോയി. എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഫാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് എക്സാം സീസൺ ആണല്ലോ. സോ ഇതൊക്കെ ചെയ്ത് റീച്ച് കിട്ടുമെന്നുള്ളൊരു ഐഡിയ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്തിന്. അല്ലാണ്ട് നമുക്കൊന്ന് കിട്ടാണ്ടിരുന്ന് പൈസ ഒന്നും കിട്ടാൻ എന്തായാലും ആയിട്ടില്ല ഞാൻ. പിന്നെ റീച്ചാണ് നോക്കുമ്പോൾ ഡിസ്ക്ലെയിമർ കൊടുക്കാൻ മറന്നുപോയി. അത് വലിയൊരു വിവാദം തന്നെയായി. ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്തിട്ട് ഞാനിപ്പോൾ എന്തായാലും എക്സ്പോസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു അതിന് ഡയറക്റ്റ് വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. എന്നെ വെച്ചിട്ട് അവർ കുറേ റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. സോ അവരെ വെച്ചിട്ട് ഞാനും ഉണ്ടാക്കണ്ടേ. ഇപ്പോൾ എന്തായാലും നമുക്ക് വേറെ ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. റിപ്പോർട്ടർ ലൈവ്, സൂര്യ ലൈവ്, വജകം, കേരള കൗമുദി, മനോരമ ഓൺലൈൻ ഇല്ല മനോരമ ഇല്ല. അങ്ങനെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ മീഡിയാസ് ഇട്ടിട്ടുണ്ട്. സോ നമുക്കെന്തായാലും ഒന്നെടുത്തിട്ട് എക്സ്പോസ് ചെയ്യാം. റിപ്പോർട്ടർ ലൈവ് തന്നെ ആയിക്കോട്ടെ. ആദ്യം ഞാൻ വായിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ പൊടിക്കൈകളുമായി +2 വിദ്യാർത്ഥി. യൂട്യൂബ് വീഡിയോ ചർച്ചയാവുന്നു. ഓക്കെ. ഇംഗ്ലീഷ് പരീക്ഷയിൽ താൻ കോപ്പി അടിച്ചെന്നും സ്കൂൾ മാനേജറുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തെന്നും വീഡിയോ വിദ്യാർത്ഥി വെളിപ്പെടുത്തുന്നു. യൂട്യൂബിലൂടെ പരീക്ഷയ്ക്ക് എങ്ങനെ കോപ്പി അടിക്കാമെന്ന് പഠിപ്പിച്ചു മലപ്പുറത്തെ വിദ്യാർത്ഥി. ഓക്കെ നടക്കട്ടെ. സിദ്ദീഖുൽ അക്ബർ എന്ന വിദ്യാർത്ഥിയാണ് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി വീഡിയോ പങ്കുവച്ചത്. പരീക്ഷയിൽ എങ്ങനെ കോപ്പി അടിക്കാം, എങ്ങനെ കോപ്പി തയ്യാറാക്കണം, ഇൻവിജിലേറ്റർ എങ്ങനെ കബളിപ്പിക്കാം, കോപ്പി എവിടെ ഒളിപ്പിക്കാം തുടങ്ങിയ വിഷയങ്ങൾ വളരെ വിശദമായി സിദ്ദീഖുൽ അക്ബർ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. എൻ്റെ പേരെല്ലാം ക്ലിയർ പറയുന്നുണ്ടല്ലോ. സാധാരണ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ വിദ്യാർത്ഥികളുടെ സ്വഭാവത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. 7 ദിവസം മുമ്പ് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒപ്പം ഇംഗ്ലീഷ് പരീക്ഷയിൽ താൻ കോപ്പി അടിച്ചെന്നും സ്കൂൾ മാനേജറുടെ ഓഫീസിൽ, ഇതെല്ലാം ഒരിക്കൽ പറഞ്ഞല്ലേ. ഇന്ന് വീണ്ടും യൂട്യൂബിൽ ലൈവ് വന്ന വിദ്യാർത്ഥി പരീക്ഷകളുടെ നിലവാരം, അത് ലൈവല്ല, അത് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് പ്രീമിയർ ആക്കി വെച്ചേ. ഓക്കെ ഫൈൻ. പരീക്ഷകളുടെ നിലവാരം കൂടിയിട്ടും അധ്യാപകരുടെ നിലവാരം കൂടുന്നില്ല എന്നും അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്നും അതുകൊണ്ടാണ് താൻ ഇത്തരം വീഡിയോ ചെയ്തതെന്നും സിദ്ദീഖുൽ അക്ബർ വിശദീകരിക്കുന്നു. ഓരോന്നായിട്ട് നമുക്ക് എക്സ്പോസ് ചെയ്യാം. ആദ്യം ഇവർ പറഞ്ഞ കാര്യം, അതിക്രമിച്ച് കയറിയിട്ട് കമ്പ്യൂട്ടറൊക്കെ ഹാക്ക് ചെയ്തിട്ട്. ഇവരെന്ന് വിചാരിക്കുന്നത് ഞാൻ കുറേ പിള്ളേരെല്ലാം കൂട്ടി പോയിട്ട് ആടെ ഉള്ള ടീച്ചേഴ്സിനെയും മാനേജറെല്ലാം ഫുള്ള് തോക്കും മുനയിലാക്കിയിട്ട് ഫുള്ള് സാഹസികമായിട്ട് ചവിട്ടിപ്പൊളിച്ച് ഓഫീസിൽ അതിക്രമിച്ച് കയറിയിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തുന്നാ. ഞാൻ ആരുടെ ജോൺ വിക്കാ? എന്നെക്കൊണ്ടാവൊന്നും പറ്റൂല. ആ സമയത്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്താണെന്നറിയാം, വാട്സപ്പ് വെബ്. ആ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്യാൻ തന്നെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. അത് ഞാൻ ഹാക്ക് ചെയ്യാൻ. ബ്രോ, ഇതൊക്കെ ഹ്യൂമറിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെയാണ് ഇവർ സീരിയസ് ആക്കി എടുത്തത്. അതിൽ ഞാൻ പറഞ്ഞ ഒരു ടോണൊക്കെ കണ്ട ഏകദേശം ഒരാൾക്ക് മനസ്സിലാവും അതൊരു കോമഡി ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട് അതിസാഹസികമായി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയുന്നത് ഇവർ, ഇംഗ്ലീഷ് എക്സാമിൻ്റെ കാര്യം. ഡിയർ ന്യൂസ് ചാനൽസ്, നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറെ നമ്പർ തരാം. നിങ്ങളൊന്ന് വിളിച്ചിട്ട് ചോദിക്കുക എന്നെപ്പറ്റി അഭിപ്രായം. റെക്കോർഡ് ചെയ്യണം, ബിക്കോസ് എന്നെപ്പറ്റി പൊക്കി പറയുന്ന അക്കെന്നെ കേട്ടിട്ട് പുളകം കൊള്ളേണ്ടതാണ്. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടി ഞാനാണ്. ഞാനെന്തിനാ കോപ്പി അടിക്കുന്നത്? ശരി, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതും ഒരു ഹ്യൂമറസ് വേയിലാണ് ഞാനത് പ്രസൻറ്റ് ചെയ്തത്. മൊത്തത്തിൽ ആ ഒരു വീഡിയോ ഫുള്ള് കോമഡി ആയിട്ട് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, സ്ക്രിപ്റ്റഡ് വീഡിയോ ആണത്. ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ബുക്ക്. ഇത് ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്നില്ല. ഇതിലാണ് ഞാൻ ഓരോ ഹ്യൂമറല്ലോ ChatGPT നോക്കിയിട്ട് അതിലും റിസർച്ചൊക്കെ ചെയ്തിട്ട് ഓരോ സർക്കാസം അങ്ങനത്തെയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് ഞാനതിൽ പറഞ്ഞത്. ഇതിപ്പം വലിയൊരു വിവാദമല്ല റബ്ബേ. പിന്നെ മൈക്രോ പ്രിൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സാധാരണ എനിക്ക് എന്തെങ്കിലും പാസ്പോർട്ടിൻ്റെ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഞാൻ പോകുന്നൊരു സ്ഥാപനമുണ്ട് എന്നെ പരിചയമുള്ള. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് പ്രിൻ്റ് എടുക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുറച്ച് നടന്ന് കളിച്ച് അവർ പോകാൻ വേണ്ടിയിട്ട്. അവരെ മുമ്പ് നിന്ന് എങ്ങനെയാണ് മൈക്രോ പ്രിൻ്റ് എടുക്കുക. അങ്ങനെ അവരൊക്കെ പോയി സേഫാന്ന് തോന്നിയ സമയത്ത് ഞാൻ വേഗം മൈക്രോ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു. വീഡിയോൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു മൈക്രോ പ്രിൻ്റ് എടുത്തത്. ആ ഒരു മൈക്രോ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഇതാ അന്ന് ഉണ്ടാക്കി വെച്ച മൈക്രോ പ്രിൻ്റാണ്, ഇവിടെ തന്നെ ഉള്ളത്.
അവിടെ ഇതെല്ലാം എടുത്തിട്ട് എങ്ങനെ സ്കൂളിൽ പോകുന്ന ആലോചിച്ചൊക്കെ പിടിച്ചാൽ 3 to 5 years ഡീബാർ ചെയ്ത് വെക്കൂ. ഇതൊക്കെ അറിയുന്ന ഏതെങ്കിലും വിദ്യാർത്ഥി ഇതൊക്കെ എടുത്ത് പോവുക ചൊറയാന്ന്. ശരിയാണ്, എൻ്റെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്ക്, എൻ്റെ ഭാഗത്ത് തന്നെ ചെയ്ത് വലിയ തെറ്റാണ്, വലിയൊരു ക്രൈം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഡിസ്ക്ലൈമർ അങ്ങ് വെക്കായിരുന്നു, ഞാനത് ചെയ്തില്ല. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എനിക്ക് മനസ്സിലായി, ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. പിന്നെ 2-3 ക്ലോസ് ഫ്രണ്ട്സും കാരണന്മാരെല്ലാം എൻ്റെ ബലം അവർ കൺവിൻസ് ചെയ്ത് ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കി തന്നു. ബിക്കോസ് ഞാൻ അത്ര മെച്ചുവേർഡായ ഒരു പേഴ്സൺ അല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ കുറച്ച് അനലൈസ് ചെയ്ത് ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ടൊന്നും വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഈ ന്യൂസ് പറയുന്നത് മറ്റേ അധ്യാപകരുടെ നിലവാരം കൂടുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മാത്രമല്ല, ഞാൻ വേറെയും ഒരുപാട് കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരുന്നല്ലോ. ഈയിടെ സൊസൈറ്റിയിൽ നടക്കുന്ന ചില ഇൻസിഡൻസും ഞാൻ മെൻഷൻ ചെയ്തിരുന്നല്ലോ. അതൊന്നും എന്തിട്ട് ന്യൂസ് പറയാൻ പേടിച്ചിട്ടോ? എന്നാൽ അവരുടെയൊക്കെ ഫാദേഴ്സ് നല്ല പിടിപാടുള്ള ടീമായിരിക്കും അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. ഞാൻ ആ ഒരു വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ഇട്ടിരുന്നു, വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, സോ ഇനി എന്നാ നിങ്ങളെ പ്രശ്നം, ആ ഒരു രീതിയിൽ ഞാൻ ചോദിച്ചു അവരോട്. പക്ഷെ നോ റെസ്പോൺസ്. അറിയേണ്ടവരൊക്കെ അറിഞ്ഞ് മൊത്തം നാറി സമാധാനമായ. പിന്നെ ഇവർ പറയുന്ന വിവാദമായി അതിനെ ന്യായീകരിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, എന്നിട്ട് അതൊക്കെ പിൻവലിച്ചെന്ന്. ശരിയാണ്, ഞാൻ ഈ 2 വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് വിവാദമായിട്ടില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, സോ ഒരുപാട് വ്യൂസും റീച്ചൊക്കെ കിട്ടി. അങ്ങനെ നോമ്പുറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. ബ്രോ ഏഷ്യാനെറ്റ് ന്യൂസ് ചെക്ക് ചെയ്യും, ന്യൂസ് വന്നിട്ടുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്ത് ന്യൂസ് കണ്ടു. ഒരുമാതിരി തീവ്രവാദിനെല്ലാം പറയുന്ന പോലെ എന്നെ പറയുന്നത്, സിദ്ദീഖുൽ അക്ബർ യൂട്യൂബർ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു അങ്ങനെല്ലാം പറഞ്ഞിട്ട് ടുങ്കുടുങ്കും. ഈ വാവാ സുരേഷ് പാമ്പിനെല്ലാം പിടിക്കാൻ പോകുന്ന ബീജിമില്ല അങ്ങനത്തെ ഇട്ടിട്ടാണ് പറയുന്നവർ. ആരാരും പേടിച്ചു പോയില്ല. സ്പോട്ടിൽ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ പോയി 2 വീഡിയോ ഡിലീറ്റ് ആക്കി. കാരണം ഞാൻ ഒരുമാതിരി ഷോക്കായി. ഇവർ പറയുന്ന വർത്താനം ആരും കണ്ടാൽ എൻ്റെ റിലേറ്റീവ്സ് ഫാമിലിയെല്ലാം കണ്ടെന്ന് വിചാരിക്കും ഭയങ്കര വലിയൊരു സംഭവം ചെയ്ത പോലെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്ത ഈ ഒരു കാര്യം ഇവരുടെ ക്രെഡിബിലിറ്റിനെയും റെപ്യൂട്ടേഷനെയും തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. നോ ഒഫൻസ്. ഇനി ഇതിൻ്റെ പേരിൽ അവർ പോയിട്ട് ഡുങ്കുടു ആക്കുക നമുക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. ബിക്കോസ് ഇത്രയും ചെറിയ അങ്ങനെ സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു യൂട്യൂബ് കോണ്ടൻറ്റിൻ്റെ പേരിൽ ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ അതിനും വല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ ഓരോരുത്തരുടെ ആഗ്രഹമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ നോമ്പലുള്ള പിള്ളേരോടാണ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കാൻ വാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ്. ശരി, ഞാൻ ആ ഒരു സമയത്ത് നല്ല രീതിക്ക് ദുആ ചെയ്യാറുണ്ട്. എൻ്റെ ഒരുപാട് ദുആകൾ ഒരു ദുആണ്, പടച്ച റബ്ബേ എങ്ങനെയെങ്കിലും 4 ആൾ അറിയണേ, എങ്ങനെയെങ്കിലും കുറച്ച് വൈറലാണേന്നല്ലോ. ആ ദുആ റബ്ബ് സ്വീകരിച്ച്. മാർഗ്ഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം എന്നെല്ലാം പറയാം. പക്ഷേ ഇതൊരുമാതിരി അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കറക്റ്റ് ക്ലാരിറ്റിയിൽ ദുആ ചെയ്യുക, ഇങ്ങനത്തെ പണിയെല്ലാം കിട്ടും കേട്ടോ. സോ വേറൊന്നും പറയാനൊന്നുമില്ല. ഐ ആം റിയലി സോറി അബൌട്ട് ഇറ്റ്. എനിക്ക് മനസ്സിലായി, എൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഫൈൻ.